നമസ്കാരം. തദ്ദേശക വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ദിമിത്രോവ്. പ്രാദേശികം. കണ്ണൂർ ജില്ലാ തദ്ദേശ അദാലത്തിൽ ലഭിച്ച ഭൂരിപക്ഷ പരാതികളിലും അനുകൂല തീരുമാനമെടുത്തതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂരിൽ ലഭിച്ച 1550 പരാതികളിൽ 1256 എണ്ണം തീർപ്പാക്കി. 1104 പരാതികളിൽ അനുകൂല തീരുമാനം എടുത്തു. മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവനന്തപുരത്ത് നടന്ന അദാലത്തിൽ ലഭിച്ച 1283 പരാതികളിൽ 1141 എണ്ണം തീർപ്പാക്കി. വെള്ളയമ്പലം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന അദാലത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പങ്കെടുത്തു. കോട്ടയം തദ്ദേശ അദാലത്തിൽ ലഭിച്ച 700 പരാതികളിൽ 426 അപേക്ഷകൾക്കും പരിഹാരമായി. അതിരമ്പുഴ സെന്റ് മേരീസ് പള്ളി പാരിഷ് ഹാളിൽ നടന്ന അദാലത്തിൽ മന്ത്രി വി എൻ വാസവൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു തുടങ്ങിയവർ സംബന്ധിച്ചു. ഇടുക്കി ജില്ലയിലെ ചെറുതോണി ടൗൺ ഹാളിൽ നടന്ന അദാലത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു, വൈസ് പ്രസിഡന്റ് ആശ ആന്റണി തുടങ്ങിയവർ സംബന്ധിച്ചു. വിവിധ ജില്ലാതല അദാലത്തുകളിൽ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ഡോക്ടർ ശ്രീറാം സാംബശിവറാവു പങ്കെടുത്തു. ഒടിഞ്ഞ കാലുമായി ആലപ്പുഴ ജില്ലാ അദാലത്തിലേക്ക് എത്തിയ ഹരിത കർമ്മസേനാംഗം റോസമ്മയ്ക്ക് അരികിലെത്തി പരാതിക്ക് പരിഹാരമൊരുക്കി മന്ത്രി എം പി രാജേഷ്. ആലപ്പുഴ ജില്ലാതല തദ്ദേശ അദാലത്തിലായിരുന്നു മന്ത്രി വേദിയിൽ നിന്നും ഇറങ്ങിച്ചെന്ന് പരാതി കേട്ടത്. വിശദവിവരങ്ങൾ അന്വേഷിച്ച മന്ത്രി ഇൻഷുറൻസ് തുക ഉടൻ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുവാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. 2023 ഒക്ടോബർ 31 ജോലിക്കിടെ വീണ് റോസമ്മയുടെ തുടയെല്ലാം പൊട്ടിയത്. അപേക്ഷയിൽ ഉടനടി നടപടി സ്വീകരിച്ചതിൽ സന്തോഷം അറിയിച്ചുകൊണ്ടാണ് റോസമ്മ വേദിയിൽ നിന്നും മടങ്ങിയത്. ചടങ്ങിൽ പി ചിത്തരഞ്ജൻ എം എൽ എ അധ്യക്ഷനായി. MLA-മാരായ എച്ച് സലാം, ദിലീമ ജോജോ, യു പ്രതിഭ, തോമസ് കെ തോമസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി, നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ്, പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവറാവു തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീയുടെ ചിപ്സ് ശർക്കര വരട്ടി പുതിയ ബ്രാൻഡ് മന്ത്രി എം പി രാജേഷ് പുറത്തിറക്കി. ഓണവിപണിയിൽ ഇടം പിടിക്കാനാണ് ബ്രാൻഡഡ് ചിപ്സും ശർക്കര വരട്ടിയുമായി കുടുംബശ്രീ എത്തുന്നത്. ഫ്രഷ് ബ്രൈറ്റ്സ് എന്ന പേരിൽ ബ്രാൻഡ് ചെയ്ത് കുടുംബശ്രീ പുറത്തിറക്കുന്ന ഉൽപ്പന്നങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും പ്രോഡക്റ്റ് ലോഞ്ചും തൃശൂരിലെ പുഴയ്ക്കൽ വെഡിംഗ് വില്ലേജിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. സംസ്ഥാനത്തുടനീളമുള്ള 300ഓളം യൂണിറ്റുകളിൽ നിന്നായി 700ഓളം കുടുംബശ്രീ സംരംഭകർ പ്രവർത്തനത്തിന്റെ ഭാഗമാകും. 2024-25 വർഷത്തിൽ 3 ലക്ഷം ഉപജീവന പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി രൂപീകരിച്ച കെ-ലിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായാണ് ഫ്രഷ് ബൈറ്റ്സ് ബ്രാൻഡിംഗ് നടത്തിയിരിക്കുന്നത്. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനായി. ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഗുരുവായൂർ നഗരസഭ നൽകുന്ന 25 ലക്ഷം രൂപയുടെ ചെക്ക് ഗുരുവായൂർ നഗരസഭ ചെയർമാനും മുനിസിപ്പൽ ചേംബർ അസോസിയേഷൻ ചെയർമാനുമായ എം കൃഷ്ണദാസ് മന്ത്രി എം പി രാജേഷിന് കൈമാറി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ്, തൃശൂർ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് എസ് വസന്തലാൽ, ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും കുടുംബശ്രീ ഗവേണിംഗ് ബോഡി അംഗവുമായ കെ ആർ ജോജോ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ടി എം റജീന, CDS ചെയർപേഴ്സൺമാർ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബങ്ങളുടെ സന്തോഷ സൂചിക ഉയർത്തുന്നത് ലക്ഷ്യമിട്ട് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന ഹാപ്പി കേരളം ഹാപ്പിനെസ് സെന്റർ പദ്ധതിയുടെ ലോഗോ പ്രകാശനം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് നിർവഹിച്ചു. കുടുംബശ്രീ സംസ്ഥാന മിഷനിൽ നടന്ന ചടങ്ങിൽ ഡയറക്ടർ കെ എസ് ബിന്ദു, ചീഫ് ഫിനാൻസ് ഓഫീസർ എം ഗീത, പബ്ലിക് റിലേഷൻസ് ഓഫീസർ നാഫി മുഹമ്മദ്, പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ബി ശ്രീജിത്ത്, ശ്രീകാന്ത് AS, മേഘ മേരി കോശി, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ നവീൻ സി എന്നിവർ സംബന്ധിച്ചു. കിലയുടെ തളിപ്പറമ്പ് ക്യാമ്പസ് സന്ദർശിച്ച് കില ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീൻ IAS ക്യാമ്പസിലെ പരിശീലനങ്ങൾ, വിവിധ നിർമ്മാണ പ്രവൃത്തികൾ, IPPL കോളേജ് പ്രവർത്തനങ്ങൾ എന്നിവ വിലയിരുത്തുകയും ക്യാമ്പസിൽ സർക്കാർ നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് തളിപ്പറമ്പ് MLA MV ഗോവിന്ദൻ മാസ്റ്ററുമായി കൂടിയാലോചന നടത്തുകയും ചെയ്തു. കില CSCD-യും ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനും സംയുക്ത സെമിനാർ സംഘടിപ്പിച്ചു. കിലയുടെ കൊട്ടാരക്കര CSCD സെന്ററിൽ നടന്ന സെമിനാറിന്റെ വിഷയം ഗ്രാമോദ്യോഗ് വികാസ് യോജന കേന്ദ്ര പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്കീമുകൾ, വിവിധ തൊഴിൽ നൈപുണ്യ പരിശീലനങ്ങൾ എന്നിവയായിരുന്നു. കർഷകർ, സ്വയം സഹായ സംഘങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ സെമിനാറിൽ പങ്കെടുത്തു. ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് സ്റ്റേറ്റ് ഡയറക്ടർ ആണ്ടവർ, കില CSCD പ്രിൻസിപ്പൽ ആയന, സീനിയർ ലെക്ചറർ ബാബുരാജ്, ഡോക്ടർ ധനുഷ എന്നിവർ പങ്കെടുത്തു. സുസ്ഥിര വികസന ലക്ഷ്യം നേടിയെടുക്കുന്നതിന്റെ ഭാഗമായി തൃശൂരിലെ കില ആസ്ഥാനത്ത് സാമൂഹിക സുരക്ഷിത ഗ്രാമം ദ്വിദിന പരിശീലനം സംഘടിപ്പിച്ചു. വിവിധ ജില്ലകളിൽ നിന്നുള്ള റിസോഴ്സ് പേഴ്സൺമാരായിരുന്നു പരിശീലനത്തിൽ പങ്കെടുത്തത്. കില ഫാക്കൽറ്റി ഡോക്ടർ അമൃത രാജ് ആഗസ്റ്റ് 30-31 തീയതികളിൽ നടന്ന പരിശീലനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. കില ISO സർട്ടിഫിക്കേഷന്റെ ഭാഗമായി കില ഹെഡ്ക്വാർട്ടേഴ്സിലെ ജീവനക്കാർക്കായി സ്ട്രെസ് മാനേജ്മെന്റ്, വ്യക്തിത്വ വികാസം, ആശയവിനിമയം എന്ന വിഷയത്തിൽ ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു. കിലയുടെ 35ഓളം ജീവനക്കാർ ക്ലാസ്സിൽ പങ്കെടുത്തു. കില അസിസ്റ്റന്റ് ഡയറക്ടർ ട്രെയിനിംഗ് ഡോക്ടർ അമൃത KPN ആമുഖമായി സംസാരിച്ചു. തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത് രമണൻ ക്ലാസുകൾ നയിച്ചു. മദർ തെരേസയുടെ ജന്മദിനത്തോട് അനുബന്ധിച്ച് സംസ്ഥാന സാമൂഹ്യക്ഷേമ വകുപ്പിന്റെയും ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അഗതി അനാഥ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളം കലൂർ റിന്യൂവൽ സെന്ററിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു.
മേയർ എം അനിൽകുമാർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാൻ എൻ അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ ലൈബ്രറികൾക്കായുള്ള പുസ്തക വിതരണവും ഗ്രന്ഥശാലകളുടെ വർത്തമാനം സെമിനാറും തൃശൂരിലെ കില ആസ്ഥാനത്ത് നടന്നു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. കില ഡയറക്ടർ ജനറൽ നിസാമുദ്ദീൻ AIAS ആശംസ അറിയിച്ചു. കേരള നിയമസഭാ സമുച്ചയത്തിൽ സംഘടിപ്പിക്കപ്പെട്ട അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ നിന്നും വടക്കാഞ്ചേരി MLAയുടെ പ്രത്യേക വികസന ഫണ്ട് വിനിയോഗിച്ച് വാങ്ങിയ പുസ്തകങ്ങളുടെ വിതരണമായിരുന്നു നടന്നത്. മണ്ഡലത്തിലെ 55 പൊതുവായനശാലകൾക്കും 9 സ്കൂൾ ലൈബ്രറികൾക്കുമാണ് പുസ്തകങ്ങൾ നൽകിയത്. തൃശൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി K രാമചന്ദ്രൻ അധ്യക്ഷനായി. കിലയുടെ ആഭിമുഖ്യത്തിൽ പ്ലാനിംഗ് ഫോർ ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ ഫോർ അർബൻ ജസ്റ്റിസ് എന്ന വിഷയത്തിൽ അർബൻ ഡയലോഗ്സ് സംഘടിപ്പിച്ചു. ആൽബർട്ട ലാൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ സന്ദീപ് അഗർവാൾ മുഖ്യപ്രഭാഷകനായി. വിജയവാഡ SPA ഡയറക്ടർ ഡോക്ടർ രമേശ് ശ്രീകൊണ്ട ഉദ്ഘാടനം ചെയ്തു. റീബിൽഡ് കേരള മിഷനും ക്രിസിലും സംയുക്തമായി സംഘടിപ്പിച്ച റീബിൽഡ് കേരള അർബൻ ലാബ് സ്റ്റേക്ക് ഹോൾഡർ കൺസൾട്ടേഷൻ കിലയിൽ നടന്നു. കില അർബൻ ചെയർ പ്രൊഫസർ ഡോക്ടർ അജിത് കാളിയത്ത് നേതൃത്വം നൽകി. കേരളത്തിലെ വിവിധ നഗരസഭകളിൽ നിന്നുള്ള പ്രതിനിധികൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ, നഗരവിഭാഗ ഏജൻസികൾ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. എറണാകുളം ജില്ലയിലെ ആദ്യ ഹരിത ടൂറിസ്റ്റ് കേന്ദ്രമാകാനുള്ള ഒരുക്കത്തിന്റെ ഭാഗമായി വേങ്ങൂർ പാണിയലിപ്പോരിൽ മെഗാ ക്ലീൻ ഡ്രൈവ് സംഘടിപ്പിച്ചു. വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹരിത കേരള മിഷൻ, വനം വകുപ്പ്, വനസംരക്ഷണ സമിതി, രാജഗിരി വിശ്വജ്യോതി കോളേജ് എന്നിവരുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ഡ്രൈവ് വേങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ് ഉദ്ഘാടനം ചെയ്തു. ഹരിത കേരള മിഷൻ എറണാകുളം ജില്ലാ കോർഡിനേറ്റർ S രഞ്ജിനി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അഫ്സൽ രാജ്, വൈസ് പ്രസിഡന്റ് PC കൃഷ്ണൻകുട്ടി, ബ്ലോക്ക് മെമ്പർ PR നാരായണൻ നായർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ കരമന മുതൽ പ്രാവച്ചമ്പലം വരെ മീഡിയനുള്ളിൽ സ്ഥാപിച്ച ആധുനിക തെരുവുവിളക്കുകളുടെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. പാപ്പനംകോട് ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷനായി. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ പൂർത്തിയാക്കിയ ആദ്യ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് വീഡിയോ സന്ദേശത്തിലൂടെ അനുമോദിച്ചു. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ദേശീയപാത 66-ൽ കരമന മുതൽ പ്രാവച്ചമ്പലം വരെയുള്ള 5.5 കിലോമീറ്റർ റോഡിന്റെ മീഡിയനിലുള്ള സ്മാർട്ട് ലൈറ്റുകളുടെ സ്ഥാപിക്കലും സൗന്ദര്യവൽക്കരണവും പൂർത്തിയാക്കിയത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ, ഡെപ്യൂട്ടി മേയർ PK രാജു, തിരുവനന്തപുരം നഗരസഭ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മേടയിൽ വിക്രമൻ, വാർഡ് കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെല്ലിക്കുടി ഗ്രാമപഞ്ചായത്തിലെ ഇരമല്ലൂർ പാടശേഖരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനവും നീർച്ചാലുകളുടെ സംരക്ഷണവും പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി P പ്രസാദ് നിർവഹിച്ചു. 2,55 ലക്ഷം രൂപയാണ് പദ്ധതിയുടെ അടങ്കൽ തുക. തോടിന്റെ പാർശ്വഭിത്തി നിർമ്മാണം, റീറ്റെയിനിംഗ് വാൾ, ലീഡിംഗ് ചാനൽ, നടപ്പാത, ട്രാക്ടർ പാസേജ് തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ, നെല്ലിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ്, വൈസ് പ്രസിഡന്റ് ശോഭ വിനയൻ, പഞ്ചായത്ത് മെമ്പർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയ മുച്ചക്ര വാഹനങ്ങളുടെയും ഇലക്ട്രോണിക് വീൽ ചെയറുകളുടെയും വിതരണവും കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തിയവർക്കുള്ള മരുന്ന് വിതരണവും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രിയദർശിനി ഹാളിൽ നടന്ന ചടങ്ങിൽ ഉമാ തോമസ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, ജില്ലാ കളക്ടർ NSK ഉമേഷ്, വൈസ് പ്രസിഡന്റ് LC ജോർജ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു. സന്ദർശകർക്ക് പായസം നൽകി സ്വാഗതവുമായി മലപ്പുറം നഗരസഭ. നഗരസഭ ആസ്ഥാനത്ത് ഓരോ ദിവസവും അടപ്രഥമൻ മുതൽ ചെറുപയർ പായസം വരെയുള്ള വ്യത്യസ്തമായ പായസങ്ങൾ ഒരുക്കിയാവും പരാതിക്കാർ മുതൽ സന്ദർശകർ വരെയുള്ളവരെ സ്വീകരിക്കുക. പ്രവൃത്തി ദിവസങ്ങളിൽ മാത്രമായിരിക്കും ഈ മധുര വിതരണം. നഗരസഭാ ഓഫീസിലുള്ള റിഫ്രഷ്മെന്റ് കോർണറിൽ കുടുംബശ്രീ പ്രവർത്തകരാണ് പായസം വിതരണം ചെയ്യുക. അടുത്ത 18 മാസത്തേക്കുള്ള പായസ വിതരണത്തിന്റെ സ്പോൺസർഷിപ്പ് ലഭിച്ചു കഴിഞ്ഞതായി നഗരസഭാ ചെയർമാൻ മുജീബ് കടേരി പറഞ്ഞു. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ മിഠായി നൽകിയാവും സ്വീകരിക്കുക. ആലപ്പുഴ നഗരത്തിൽ കനാൽ നവീകരണ പദ്ധതിക്ക് പുതിയ ആശയങ്ങളുമായി ആലപ്പുഴ നഗരസഭ. MLAമാരായ PP ചിത്തരഞ്ജൻ, H സലാം എന്നിവരുടെ നേതൃത്വത്തിൽ കനാൽ തീരങ്ങൾ നവീകരിച്ച് പരിപാലിക്കുന്ന മുസിരിസ് പദ്ധതിയും ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ക്ലീൻ കേരള പദ്ധതിയും സംയുക്തമായാണ് നഗരത്തിലെ കനാൽ തീരങ്ങൾ സൗന്ദര്യവൽക്കരിക്കുക. പങ്കാളിത്ത വിനോദസഞ്ചാര മാതൃകയിൽ നഗരത്തിലെ വാടക്കനാലിന്റെയും കമേഴ്ഷ്യൽ കനാലിന്റെയും തീരങ്ങളാണ് ആദ്യം പരിപാലിക്കുക. പുൽത്തകിടിയും ലൈറ്റും പിടിപ്പിച്ച് കായൽക്കരയിൽ ആളുകൾക്ക് സമയം ചെലവഴിക്കാൻ ഉപയുക്തമാക്കുന്ന പാർക്ക് മോഡൽ ഒരുക്കാനാണ് നഗരസഭയുടെ ലക്ഷ്യം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരത്തിന് തൃശൂർ ജില്ലയിലെ ശ്രീനാരായണപുരം പഞ്ചായത്ത് അർഹരായി. 2022 നടത്തിയ മികച്ച ജൈവ സംരക്ഷണ പ്രവർത്തനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പുരസ്കാരം നൽകിയത്. കോഴിക്കോട് കടലുണ്ടി ഗ്രാമപഞ്ചായത്തിനാണ് ബോർഡിന്റെ 2ാം സമ്മാനം. വിവിധ ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങളിലൂടെയാണ് പഞ്ചായത്ത് പുരസ്കാരം നേടിയത്. ആവാസ വ്യവസ്ഥാപന പുനഃസ്ഥാപന പദ്ധതി, തോടുകളുടെ പുനരുദ്ധാരണം, പശ്ചിമഘട്ട വേഴാമ്പൽ സംരക്ഷണം ഡോക്യുമെന്ററി, കാർഷിക മത്സ്യകൃഷി, കണ്ടൽക്കാട് സംരക്ഷണം, പച്ചത്തുരുത്തുകൾ, ജൈവവൈദ്യ പാർക്കുകൾ, നെൽകൃഷി, തീരദേശ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ, തണ്ണീർത്തടങ്ങളുടെയും നീർച്ചാലുകളുടെയും പുനഃസ്ഥാപനം എന്നിവയിലൂടെയാണ് ശ്രീനാരായണപുരം പഞ്ചായത്ത് ഒന്നാമതെത്തിയത്. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തൃശൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ സർക്കാർ പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു.
പെരിങ്ങാവ് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി ഉദ്ഘാടനം ചെയ്തു. ICDS പ്രോജക്ട് ഒല്ലൂക്കര അഡീഷണലിന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ചേറൂർ വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് വില്ലി ജിജോ അധ്യക്ഷയായി. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തൃശൂർ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ അബ്ദു മനാഫ്, ICDS പ്രോജക്ട് ഒല്ലൂക്കര അഡീഷണൽ CDPO ശാന്തകുമാരി, CBC ഉദ്യോഗസ്ഥൻ അംജിത് ഷേർ എന്നിവർ സംസാരിച്ചു. അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്നതിനായി നടപ്പിലാക്കുന്ന ചങ്ങാതി പദ്ധതിയുടെ സാക്ഷരതാ പരീക്ഷ മികവുത്സവം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. കൊൽക്കത്ത സ്വദേശിയായ അത്തറുളിന് ചോദ്യപേപ്പർ നൽകിക്കൊണ്ടായിരുന്നു ഉദ്ഘാടനം. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷയായി. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽകുമാർ മുഖ്യാതിഥിയായി. കൊടകര പഞ്ചായത്തിന്റെ പിന്തുണയോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. പ്രാദേശികം അവസാനിക്കുന്നു. ഇനി നേർക്കാഴ്ച. ജനസൗഹൃദവും കാര്യക്ഷമവുമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ പായം ഗ്രാമപഞ്ചായത്തിന്റെ സദ്ഭരണ പ്രവർത്തന വിശേഷങ്ങളെ നമുക്കിനി അറിയാം. പായം ഗ്രാമപഞ്ചായത്തിനെ ജനസൗഹൃദവും കാര്യക്ഷമവുമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായി മാറ്റുക എന്നതാണ് പഞ്ചായത്ത് ഭരണസമിതി ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്തിലെത്തുന്നവർക്ക് സഹായം നൽകുന്നതിന് ഫ്രണ്ട് ഓഫീസ് ജീവനക്കാരും പ്രത്യേകം ചുമതലപ്പെടുത്തിയ ഭരണസമിതി അംഗങ്ങളും തയ്യാറാണ്. പഞ്ചായത്ത് സന്ദർശിക്കുന്നവർക്കെല്ലാം ചായയും കാപ്പിയും ലഘുപലഹാരങ്ങളും നൽകുന്നു. പായം ഗ്രാമപഞ്ചായത്തിന് ലഭിച്ച ISO സർട്ടിഫിക്കറ്റ് പദവി ഇത്തവണയും കൈവരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പേരട്ട ഗവൺമെന്റ് UP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MV ഗോവിന്ദൻ മാസ്റ്ററാണ് നിർവഹിച്ചത്. വള്ളിത്തോട് കുടുംബക്ഷേമ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് നിർവഹിച്ചത്. പായം ഗ്രാമപഞ്ചായത്തിന്റെ അഭിമാന പദ്ധതിയായ കല്ലുമുട്ടി ഷോപ്പിംഗ് കോംപ്ലക്സ് കം മൾട്ടിപ്ലസ് തിയേറ്റർ കെട്ടിടം പണി പൂർത്തിയാക്കി. തിയേറ്റർ നിർമ്മാണത്തിന്റെയും നടത്തിപ്പിന്റെയും ധാരണാപത്രം ഒപ്പിടലും നിർമ്മാണോദ്ഘാടനവും ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ മെയ് 18 തിരുവനന്തപുരം കലാഭവൻ തിയേറ്ററിൽ വെച്ച് നിർവഹിക്കുകയുണ്ടായി. കോളിക്കടവ് ആയുർവേദ ആശുപത്രിയിലെ കിടത്തി ചികിത്സാ ബ്ലോക്ക് നിർമ്മാണം 1,56 ലക്ഷം രൂപ ചെലവിൽ ഒന്നാം ഘട്ടം പണി പൂർത്തിയായി. ആധുനിക വാതക ശ്മശാനം സ്മൃതി മന്ദിരം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. പെരുമ്പറമ്പിലെ ഇക്കോ പാർക്ക് പായം പഞ്ചായത്തിന്റെ ടൂറിസം സ്വപ്ന സാക്ഷാത്കാരമാണ്. പ്രകൃതിക്ക് കോട്ടം തട്ടാതെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുവാനും വിശ്രമവേളകൾ സന്തോഷപ്രദമാക്കുവാനും പാർക്ക് സഹായകരമായിട്ടുണ്ട്. ലെ പ്രളയത്തിൽ തകർന്ന കിളിയന്തറയിലെ 15 കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. വിളവന LP സ്കൂളിന് 84 ലക്ഷം രൂപ ചെലവിൽ കെട്ടിടം പൂർത്തിയായി. പായം പഞ്ചായത്തിലെയും മലയോര മേഖലയിലെയും ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്നു മാടത്തിൽ സ്റ്റേഡിയം. സ്റ്റേഡിയത്തിനെ ജില്ലാ പഞ്ചായത്ത് സ്പോർട്സ് വില്ലേജ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപയുടെ DPR ആസ്തിയായിട്ടുണ്ട്. പെരിങ്കരിയിൽ യുനാനി മെഡിക്കൽ കേന്ദ്രം ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കും. വിളവന
കുന്നോത്ത് എന്നിവിടങ്ങളിലെ ST കോളനികളിൽ സാംസ്കാരിക കേന്ദ്രങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. പായം ഗവൺമെന്റ് LP സ്കൂളിൽ 10 ലക്ഷം രൂപ ചെലവിൽ ചിൽഡ്രൻസ് പാർക്ക് SSKയുടെ ആഭിമുഖ്യത്തിൽ പ്രാവർത്തികമായി ബഹുമാനപ്പെട്ട രാജ്യസഭാ MP ശ്രീ T. ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. പെരിങ്കരിയിൽ MCF, വള്ളിത്തോട്, മാടത്തിൽ ടൗണുകളിൽ ടേക്ക് എ ബ്രേക്ക് എന്ന പേരിൽ വഴിയോര വിശ്രമ കേന്ദ്രവും ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ വള്ളിത്തോട്, മാടത്തിൽ കേന്ദ്രങ്ങളിൽ ജനകീയ ഹോട്ടലും ആരംഭിച്ചു. വള്ളിത്തോട് ആധുനിക ബസ് സ്റ്റാൻഡും കൺവെൻഷൻ സെന്ററും എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുവാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. നരിമട കുടിവെള്ള വിതരണ പദ്ധതിയും ജില്ലയിലെ തന്നെ ആദ്യമായി ആരംഭിച്ച പായം പഞ്ചായത്ത് ഡിജിറ്റൽ ലൈബ്രറിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് നാടിന് സമർപ്പിച്ചത്. പായം ഗ്രാമപഞ്ചായത്തിൽ വികസന കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മേഖലയാണ് പൊതുമരാമത്ത്. പഞ്ചായത്ത് നാളിതുവരെയായി ഏറ്റെടുത്ത 90% റോഡുകളും ടാറിങ്ങോ കോൺക്രീറ്റോ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. ഊർജ സംരക്ഷണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ മുകളിൽ KSEBയുമായി സഹകരിച്ച് സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്ത് ഹരിത കേരള മിഷനുമായി കൈകോർത്ത് നടപ്പാക്കിയ സിന്തറ്റിക് നാപ്കിൻ ഫ്രീ പഞ്ചായത്ത് പദ്ധതി വിശേഷങ്ങളെ അറിയാം. കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ ബ്ലോക്കിന് കീഴിലുള്ള പുഴകളും വയലുകളും തെങ്ങിൻ തോപ്പുകളും കൊണ്ട് ഹരിതാഭമായ പ്രദേശമാണ് പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തും ഹരിത കേരള മിഷനും സംയുക്തമായി വിജയകരമായി നടപ്പിലാക്കിയ സിന്തറ്റിക് നാപ്കിൻ ഫ്രീ പഞ്ചായത്ത് പദ്ധതി ഇന്ന് നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു മാതൃകയായിരിക്കുകയാണ്. ഉപയോഗിച്ച് വലിച്ചെറിയുന്ന സാനിറ്ററി നാപ്കിനുകൾ നമ്മുടെ പ്രകൃതിക്ക് തന്നെ ദോഷമായി മാറുന്നു എന്ന കണ്ടെത്തലാണ് പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിന് ഈ പദ്ധതി ആവിഷ്കരിക്കുവാൻ പ്രചോദനമായത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതിയോടുള്ള പൊതുജനങ്ങളുടെ പ്രതികരണം അറിയുക എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആർത്തവ പൊതുബോധം, ആർത്തവ ശുചിത്വം, ആർത്തവകാല പ്രശ്നങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സംസ്കരണം, ആരോഗ്യ പ്രശ്നങ്ങൾ, പരിസ്ഥിതി പ്രശ്നങ്ങൾ തുടങ്ങിയ പ്രധാന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി പഞ്ചായത്ത് ഒരു സർവേക്ക് തുടക്കം കുറിച്ചു. ശാസ്ത്രീയ സംസ്കരണ രീതിയിൽ ആരും തന്നെ സിന്തറ്റിക് പാഡുകൾ സംസ്കരിക്കുന്നില്ല എന്നും 46.67% സ്ത്രീകളും ആർത്തവകാല പ്രശ്നങ്ങൾ നേരിടുന്നവരാണെന്നും സർവേയിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞു. തുടർന്ന് പഞ്ചായത്ത് തലത്തിൽ ഒരു അവലോകന യോഗം നടത്തി. അപ്പോൾ ഹാപ്പി ആൻഡ് സേഫ് എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്കൊരു ചോദ്യമാണ്, ഈ മെൻസ്ട്രൽ ഡേയ്സ് അത്ര ഹാപ്പി ആണോ, അത്രയും സേഫ് ആണോ എന്നുള്ളതാണ്. അവലോകന യോഗത്തിൽ പ്രശ്നപരിഹാരമായി ബദൽ ഉൽപ്പന്നങ്ങളായ മെൻസ്ട്രൽ കപ്പുകളും തുണിപ്പാഡുകളും ഉപയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുവാനും അതിന്റെ പ്രചരണം നടത്തുവാനും തീരുമാനമെടുത്തു. ആദ്യപടിയെന്നോണം കൗമാരക്കാരായ പെൺകുട്ടികളെയും സ്ത്രീകളെയും ബോധവൽക്കരിക്കുന്നതിനായി വാർഡ് തലത്തിലും സ്കൂളുകളിലും കോളേജുകളിലുമായി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു. തങ്ങളിലെ അറിവില്ലായ്മയും ആശങ്കയും നീങ്ങിയതോടെ പഞ്ചായത്തിന്റെ ഈ നൂതന ആശയത്തെ അവർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. തുടർന്ന് നടത്തിയ പഞ്ചായത്ത് തല അവലോകന യോഗത്തിൽ പദ്ധതിയുടെ തുടർ പ്രചരണത്തിനായി പോസ്റ്റർ പ്രകാശനവും സോഷ്യൽ മീഡിയ വഴിയുള്ള പോസ്റ്റർ പ്രചരണത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നടത്തി. കുടുംബശ്രീ അംഗങ്ങളുടെയും ആശാവർക്കർമാരുടെയും വാർഡ് മെമ്പർമാരുടെയും നേതൃത്വത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. സിന്തറ്റിക് നാപ്കിൻ ഫ്രീ പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിലേക്ക് പഞ്ചായത്ത് 4.5 ലക്ഷം രൂപ നീക്കിവെക്കുകയും ഇതിന്റെ ആദ്യപടിയായി പഞ്ചായത്ത് ഉപഭോക്തൃ വിഹിതം വാങ്ങാതെ 1500ഓളം മെൻസ്ട്രൽ കപ്പുകൾ വിതരണം ചെയ്യാനും തീരുമാനമെടുത്തു. തുടർന്ന് പഞ്ചായത്ത് വാർഡ് തലങ്ങളിലായി വിതരണോദ്ഘാടനം സംഘടിപ്പിച്ചു. ഈ പദ്ധതിയിലൂടെ സന്തോഷകരവും സുരക്ഷിതവുമായ ആർത്തവ ദിനങ്ങളോടൊപ്പം സ്ത്രീകൾക്ക് കൂടുതൽ ആരോഗ്യവും
ആർത്തവ ശുചിത്വവും ഉറപ്പുവരുത്താൻ പഞ്ചായത്തിന് സാധിച്ചു. നമ്മുടെ പഞ്ചായത്തിലെ 9700-ലധികം വരുന്ന 15 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളിൽ സർവേ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് 15 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള 3360 സ്ത്രീകൾക്ക് ഈ മെൻസ്ട്രൽ കപ്പുകളും അതുപോലെ തന്നെ കോട്ടൺ പാഡുകളും വിതരണം ചെയ്യുന്ന പദ്ധതി ആവിഷ്കരിച്ചത്. പദ്ധതി ആസൂത്രണം ചെയ്തതിന് ശേഷം ഇഷ്ടംപോലെ പെൺകുട്ടികൾ ഇപ്പോൾ ഈ മെൻസ്ട്രൽ കപ്പ് അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നുണ്ട്. മെൻസ്ട്രൽ കപ്പ് വന്ന പിന്നെ ഞങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ നല്ല എളുപ്പമാണ്. മെൻസ്ട്രൽ കപ്പിനെ പറ്റി ആദ്യം കേൾക്കുമ്പോൾ നമുക്ക് വലിയ ആശങ്കയും പിന്നെ പേടിയൊക്കെ തോന്നിയിരുന്നു. പക്ഷേ പഞ്ചായത്തിൽ നിന്നൊരു നല്ലൊരു ക്ലാസ് അതിനെപ്പറ്റി കിട്ടി. അതിനുശേഷം സ്ഥിരമായി അത് തന്നെ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കേരള സംസ്ഥാന സർക്കാർ 2023-24 ബജറ്റിൽ സിന്തറ്റിക് നാപ്കിൻ ഫ്രീ പദ്ധതിക്കായി 10 കോടി രൂപ മാറ്റിവെച്ചു എന്നത് പടിയൂർ കല്ലാട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നിമിഷമാണ്. അടുത്തതായി നമുക്ക് സംസാരിക്കാം. നമസ്കാരം. നമുക്ക് സംസാരിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ജില്ലയിലെ മാണിക്കൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ കുതിരകുളം ജയനാണ് നമുക്കൊപ്പം വികസന വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. സർ നമസ്കാരം. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാനായി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്? അതിദരിദ്രരെ കണ്ടെത്തുന്ന പരിപാടിയിൽ ആദ്യം അതിൻ്റെ സർവേയാണ് നടത്തിയിട്ടുള്ളത്. പഞ്ചായത്ത് സർക്കാരിൻ്റെ നയം അനുസരിച്ചുള്ള പരിപാടികളെല്ലാം ചെയ്തു. അങ്ങനെ 17 ആൾക്കാരെ ആണ് ഇതിൽ ഈ തരത്തിലൊക്കെ മാണിക്കൽ ഗ്രാമപഞ്ചായത്ത് കണ്ടെത്തിയിട്ടുള്ളത്. അതിലവർക്ക് കുറച്ച് ഭാഗങ്ങൾ മാത്രം ചെയ്യുമ്പോഴത്തേക്ക് അവർ അതിൽ നിന്നും കരകയറും. കുറച്ച് പേർക്ക് വീട്, കുറച്ച് പേർക്ക് വീട് പുതുക്കൽ, കുറച്ച് പേർക്ക് മരുന്ന്, ഇത്തരം കാര്യങ്ങളാണ്. അത് ഈ വർഷത്തോടു കൂടി ഈ 17 പേരും അച്ചീവ് ചെയ്യും. അതായത് അതിദരിദ്രരല്ലാതെ മാറും. അപ്പോൾ അതിദരിദ്രരില്ലാത്ത മാണിക്കൽ ഗ്രാമപഞ്ചായത്തായി ഈ മാർച്ചോടുകൂടി മാറും. കാർഷിക മേഖലയിൽ എന്തൊക്കെ ഇടപെടലുകളാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്? മാണിക്കൽ ഗ്രാമപഞ്ചായത്ത് ഒരു കാർഷിക മേഖലയെ ആശ്രയിച്ച് ഉള്ളൊരു ഗ്രാമപഞ്ചായത്താണ്. വളരെ പ്രകൃതിരമണീയമായ പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഊന്നൽ കൊടുത്ത് ചെയ്യുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല. പക്ഷെ നെൽകൃഷി ഈ കഴിഞ്ഞ വർഷം അതായത് ഒരു തരി പോലും നെൽകൃഷി ഇല്ലാതെയായി. എല്ലാ കാർഷിക വിഭവങ്ങളും പിന്നെ കൃഷി ചെയ്യപ്പെടാത്ത ഒരവസ്ഥയിലേക്ക് വന്നിരുന്ന ഒരു കാലമായിരുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ശരിക്കും വാഴ കൃഷി ചെയ്യുന്ന കർഷകരന്നും ഇന്നും ഉള്ള സ്ഥലം മാണിക്കലാണ്. അത്രയുള്ള വിപണന കേന്ദ്രങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പഞ്ചായത്ത് ഊന്നൽ കൊടുത്തതെന്ന് പറയുന്ന ഈ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ ഭാഗമായിട്ടുള്ള ഹരിതവമായ ഗ്രാമം എന്നുള്ളൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ വീടുകളിലും ഫലവൃക്ഷ തൈകൾ, അതായത് ഹൈബ്രിഡ് തൈകൾ 5 എണ്ണം എല്ലാ വെച്ചിട്ട് അവസ്ഥയൊന്ന് മാറ്റി എല്ലാ വീടുകളിലും വെച്ച് പിടിപ്പിക്കാനുള്ള നടപടി സ്വീകരിച്ചു. അത് ഏറെക്കുറെ പരിപൂർണമാണ്. പിന്നീടുള്ളതെന്ന് പറയുന്നത് തരിശ് രഹിത കൃഷിയിലേക്ക് പോയി. അത് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു സെൻറ്റ് പോലും നെൽകൃഷി ഇല്ലാണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഏകദേശം 12 മുതൽ 20 ഹെക്ടർ വരെ നെൽകൃഷി ഉണ്ട്. അത് ഏകദേശം 6ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ വിള എടുക്കുന്നത്. അതിനെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ചെയ്തതെന്ന് പറയുന്നത് പുഴയൊഴുകും മാണിക്കൽ എന്ന് പറയുന്ന ഒരു പദ്ധതി രൂപീകരിച്ചിട്ട് അതൊരു പിന്നെ ഇൻ്റഗ്രേറ്റ്, അതായത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തനങ്ങളെയും ഇതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തും കൊണ്ട് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടും കൊണ്ട് ഒരു ഏകദേശ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന 10 ലക്ഷ്യങ്ങളും ഏകദേശം ഇതിനകത്ത് വരത്തക്ക വിധം എടുത്തും കൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെ ഏകോപിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് നടന്നു വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കാർഷിക മേഖലയിൽ വളരെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിൽ പച്ചക്കറി കൃഷിയായിരുന്നാലും ബനാന കൾട്ടിവേഷൻ ആയിരുന്നാലും ഒപ്പം നെൽകൃഷി, മറ്റ് ചെറുധാന്യ കൃഷി, ശീതകാല പച്ചക്കറികളുടെ കൃഷി, അപ്പോൾ ഇത്തരത്തിൽ നാനാ രീതിക്കുള്ള കൃഷിയും അഭിവൃദ്ധിപ്പെട്ടു വരുന്നുണ്ട്. അത് ശരിക്കും നമുക്ക് കാണാനും കേൾക്കാനും അല്ലെങ്കിൽ പോയാൽ അത് നമുക്ക് പകർത്തിയെടുക്കത്തക്ക വിധത്തിലേക്കുള്ള കൃഷി ഉണ്ട്. നല്ല ആക്റ്റീവായിട്ടുള്ള കൃഷി ഓഫീസർ. പക്ഷേ ഇതിനൊക്കെ നേതൃത്വം തരുന്നത് നമ്മളെ ഹരിതകേരള മിഷനാണ്. ഹരിതകേരള മിഷൻ്റെ നേതൃത്വത്തിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൃഷി രംഗത്തും ചെയ്തു വരുന്നു. മാലിന്യ സംസ്കരണ മേഖലയിൽ പഞ്ചായത്ത് നടത്തിയിട്ടുള്ള പുതിയ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് സർ? അതിൽ ഈ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ ഒന്നായ പിന്നെ ശുചിത്വ ഗ്രാമം, അതിന് ആവശ്യമായ കാര്യങ്ങളാണ് പഞ്ചായത്ത് ചെയ്തു വരുന്നത്. അതായത് പിന്നെ ജൈവ മാലിന്യങ്ങൾ അതുണ്ടാക്കുന്ന ആളിൻ്റെ ഉത്തരവാദിത്വം
എന്നുള്ള നിലയിൽ അത് ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുകയും അജൈവ മാലിന്യങ്ങളെല്ലാം ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ട് അത് കൈയൊഴിയുന്ന വ്യവസ്ഥ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിൽ ശുചിത്വ മിഷൻ്റെ നേതൃത്വത്തിൽ ഹരിതകേരള മിഷത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചൊക്കെയുള്ള നല്ല രീതിക്കുള്ള പ്രവർത്തനം ജില്ലയിൽ ചെയ്യുന്നുണ്ട്. അതിൽ ഈ ഹരിതമിത്രം ആപ്പ്, ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളിൽ ഹരിതമിത്രം ആപ്പ് ആദ്യമായി ഈ തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായി സ്വന്തമായി ചെയ്തത് മാണിക്യ ഗ്രാമപഞ്ചായത്താണ്. എന്ന് പറഞ്ഞാൽ ഹരിതസേന അംഗങ്ങൾ തന്നെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്തതും ബാക്കിയുള്ള പ്രവർത്തനം ചെയ്ത് കളക്ടറുടെ നേതൃത്വത്തിൽ. മറ്റുള്ള സ്ഥലത്തൊക്കെ അത് ഏജൻസി വെച്ചാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു, അറിയില്ല. പക്ഷേ മാണിക്കലാണ് അത് ആദ്യം അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതനുസരിച്ച് നല്ല രീതിക്ക് 100% നല്ല രീതിക്ക് നടത്തുന്ന പഞ്ചായത്താണ് മാണിക്യ ഗ്രാമപഞ്ചായത്ത്. 3000 സ്ക്വയർ ഫീറ്ററിലേറെ വലിപ്പമുള്ള 2 MCFകൾ, അതുപോലെ തന്നെ അത്രത്തോളമുള്ള RRF, മറ്റ് മിനി MCFകൾ ഒന്നിലധികം 2ഉം 4ഉം വീതം വാർഡുകളിലുണ്ട്. എല്ലാ മാലിന്യങ്ങളും തരംതിരിച്ചെടുക്കുന്നു. മാസം ഏകദേശം 6 ലക്ഷം രൂപയുടെ ടേൺ ഓവർ ഉണ്ട്. 10,000 മുതൽ 36,000 വരെ ശമ്പളം എടുക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു മാണിക്കൽ ഗ്രാമപഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ വേതനം ഹരിതകർമ്മസേന എടുക്കുന്നത് മാണിക്കൽ ഗ്രാമപഞ്ചായത്തിലാണ്. ജില്ലയിൽ ഏകദേശം 1ാം സ്ഥാനം വരാൻ ചെറിയ മിസ്റ്റേക്കുകൾ ഈ ഇതിലുണ്ട്. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ 1ാം സ്ഥാനം മാണിക്കലായിരിക്കും എന്നാണ് കരുതുന്നത്. ഇപ്പം നഗരൂർ പഞ്ചായത്ത് മറ്റോ ഏതോ ഇടയ്ക്കൊന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ആപ്പൊന്ന് നമ്മൾ ക്ലിയർ ചെയ്താൽ, അല്ലെങ്കിൽ അതൊന്ന് സ്ഫുടം ചെയ്ത് കഴിഞ്ഞാൽ മാണിക്യയിൽ ജില്ലയിൽ 1ാമത് വരും. അത്തരത്തിൽ മാലിന്യ സംസ്കരണം ചെയ്യുന്നു. പിന്നെ എന്ന് പറയുന്നത് പൊതുവിടങ്ങൾ, നദികൾ, അതേപോലെ തോടുകൾ, ഇത്തരം കാര്യങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ഊന്നൽ കൊടുത്തുകൊണ്ട് ഇതെല്ലാം ശുചീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ പറഞ്ഞ പുഴയൊഴുകം മാണിക്യൽ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ പറഞ്ഞ ശുചിത്വ ഗ്രാമം പദ്ധതി, ഗ്രാമം എന്നുള്ള സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി 14ാം പഞ്ചവത്സര പദ്ധതി പറയും പോലെയുള്ള രീതിക്കാണ് കാര്യങ്ങൾ നടക്കുന്നത്. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാം. മാണിക്യ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ദുരന്തങ്ങൾ വന്നുകൂടായികയല്ല. പക്ഷേ ചരിഞ്ഞ ഭൂമിയും അതുപോലെ തന്നെ ഉയർച്ചയുള്ള പാറക്കെട്ടുകളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടങ്ങളിലൊക്കെ പാറഖനനങ്ങൾ മാത്രം നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ഒരു ലാൻഡിന് ചലനം അല്ലെങ്കിൽ ഭൂമിക്ക് ചലനം വന്നുകൂടായികയില്ല. ഇപ്പം നിലവിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇടപെടൽ മൂലം ഒരു ക്വാറികളും പ്രവർത്തിക്കുന്നില്ല. ക്രഷറുകളൊക്കെ പല കാരണങ്ങളാൽ പൂട്ടിയിട്ടുണ്ട്. ഈ ക്വാറി മാഫിയകളുമായിട്ട് പഞ്ചായത്തിന് നിരന്തരം വിഷയങ്ങളുമുണ്ട്. അപ്പോൾ ഇവിടങ്ങളിൽ എന്ന് പറയുന്ന ഇതണക്കൊരു ഉരുൾപൊട്ടലോ ഒക്കെ വരാൻ ചാൻസുള്ള 2-3 സ്ഥലങ്ങളുണ്ട്. ഒന്ന് മതപുരം എന്ന് പറയണ 9ാം വാർഡിൽ, ചെറുത്തലക്ക് വാർഡിൽ മതപുരം എന്ന് പറഞ്ഞാൽ തമ്പുരാട്ടി പാറ. അവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഈ ഭാഗത്ത് ഇത്തരത്തിലൊരു പാറ താഴേക്ക് പതിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ വരാനൊരു ദുരന്തം വരാം. 2 മണ്ണാറുകുണം കുഞ്ചിക്കുഴി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഹാപ്പി ലാൻഡും അതിന് പരിസരവും ഉള്ള നെടുമ്പാറമുകുളം എന്ന് പറയുന്നൊരു സ്ഥലം. ഇവിടെയും ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ്. കുത്തനെയുള്ള ചരിവാണ്. 400 മീറ്റർ കുത്തനെയുള്ള ചരിവും ആ ചരിവിൻ്റെ മലയിടുക്കുകളിൽ പൊതുവെ SC വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ താമസിക്കുന്നു. തൊട്ട് താഴെ എന്ന് പറയുന്നത് ഹാപ്പി ലാൻഡ്, ഒരു വാട്ടർ തീം പാർക്കുണ്ട്. അവിടെ എപ്പോഴും 100 കണക്കിനും 1000 ആൾക്കാർ വരും. മുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു ചലനം ഉണ്ടായാൽ അവിടെ നിന്നുള്ള പാറ താഴേക്ക് പതിക്കും. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലുള്ള പാറഖനനവും ബാക്കിയുള്ള നശീകരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് നിരോധിച്ച് അത് കേസും കാര്യങ്ങളൊക്കെ കൊണ്ട് നിരോധിച്ചിട്ടുണ്ട്. അവിടെ അത്തരം പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിക്കുകയും ഒപ്പം മണ്ണാറുകുണം എന്ന് പറഞ്ഞ ഭാഗത്തും ഇത്തരത്തിലുള്ള വിഷയമുണ്ട്. അവിടെ ഉരുൾപൊട്ടലും ഇതേ കണക്കുള്ള പാറ ഉരുണ്ട് വരാനുള്ള സാഹചര്യവും വൻ ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള ഇത്രയും ചാൻസാണ് ഇവിടങ്ങളിലുള്ളത്. അപ്പോൾ ഇതൊക്കെ പഞ്ചായത്ത് ഇടപെട്ടിട്ട് ഇവിടെയുള്ള ഖനനങ്ങളും കാര്യങ്ങളും പഞ്ചായത്ത് നിർത്തിവെപ്പിച്ചിട്ടുണ്ട്. അവിടെ മറ്റ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനും അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലോ അല്ലെന്നുണ്ടെങ്കിൽ ഈ മണ്ണൊലിപ്പോ തടയാനുള്ള പരിപാടികളൊക്കെ പഞ്ചായത്ത് ആവർത്തിച്ചിട്ടുണ്ട്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ വെള്ളം കയറിയിട്ട് നമ്മളെ വേളാവൂരാറെന്ന് പറയുന്ന ഒരു വലിയ ആറുണ്ട്. മാമൻ നദിയുടെ ഉത്ഭവം ഞാൻ ഈ പറഞ്ഞ തമ്പുരാട്ടി പാറയിൽ നിന്നും അതിൻ്റെ ഒരു ബ്രാഞ്ച് ഉത്ഭവിക്കുന്ന അവിടെ നിന്നാണ്. അവിടെ നിന്ന് 15 കിലോമീറ്റർ വടക്കോട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് ഒഴുകി ഇത് മാമൻ നദി ചേരുന്ന ഒരു ഭാഗമുണ്ട്. ഇവിടെ ഉള്ള വെള്ളപ്പൊക്കമാണ് സ്ഥിരമായിട്ട് പഞ്ചായത്തിൻ്റെ മധ്യഭാഗത്തൂടെയാണ് മറ്റുള്ള കൃഷിനാശങ്ങളും മറ്റും ഉണ്ടാകുന്നത്. ആയതുകൊണ്ട് ഈ പുഴയൊഴുകം മാണിക്യൽ എന്ന പദ്ധതിയിൽ ദുരന്ത നിവാരണ പ്ലാനുകൾ ഉൾപ്പെടുത്തിയിട്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഓരോ നീർച്ചാലും അത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൂടി കൺവർജൻസ് വർക്കിൽ കൊണ്ടുവന്നിട്ട് ഓരോ നീർച്ചാലും
അത് കോരി മാറ്റുകയും അത് പുനരുദ്ധരിക്കുകയും അതിൻ്റെ നീരൊഴുക്ക് വീണ്ടെടുക്കുകയും വലിയ തോടിൻ്റെ നീരൊഴുക്ക് ഹരിതകേരള മിഷൻ്റെ നേതൃത്വത്തിൽ വീണ്ടെടുത്തു. നീരൊഴുക്ക് സുഗമമാക്കി, വെള്ളക്കെട്ട് ഒഴിവാക്കി, ആവശ്യം വേണ്ട സ്ഥലത്തൊക്കെ തടയണകളും മറ്റുമൊക്കെ നിർമ്മിച്ചു. അതിൽ നമ്മുടെ ഹരിതകേരള മിഷൻ്റെ നിർദ്ദേശാനുസരണമുള്ള പ്രവർത്തനങ്ങൾ നടന്നു. നമ്മളെ മൈനർ ഇറിഗേഷൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതിൽ. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം കഴിഞ്ഞ 2 ആവൃത്തി, അതായത് 2022 മുതൽ മറ്റുള്ള യാതൊരു മഴക്കാലത്തും വെള്ളം കവിഞ്ഞൊഴുകുകയോ വെള്ളപ്പൊക്കമോ കൃഷിനാശമോ അങ്ങനെയൊന്നും വലുതായിട്ട് ഉണ്ടാവാതെ വന്ന് ഈ കൃഷിയൊക്കെ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതൊരു വലിയ കാര്യമായി കണക്കുന്നു. 99% ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടാണ് ഈ വർക്കുകൾ അത്രയും ചെയ്തിട്ടുള്ളത്. ആരോഗ്യ മേഖലയിൽ പഞ്ചായത്ത് നടത്തിയിട്ടുള്ള ഇടപെടലുകളെ കുറിച്ച് വിശദീകരിക്കാമോ? അത് ഒരുപാട് ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഇപ്പം ഈ ആർദ്ര കേരള പുരസ്കാരം, കായകൽപ്പ അവാർഡ്, ഇതൊക്കെ ജില്ലാ ബേസിലുള്ള മാണിക്കൽ ഗ്രാമപഞ്ചായത്തിന് ഇപ്പം കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സുസ്ഥിര വികസനത്തിൻ്റെ ആരോഗ്യ ഗ്രാമം അതെങ്ങനെ ആയിരിക്കണമെന്നുള്ള സൂചകങ്ങൾ വെച്ചാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ആരോഗ്യം, ഒപ്പം അവരൊക്കെ മാനസികവും ശാരീരികവും സാമൂഹികമായിട്ടുള്ള സംതൃപ്തി നടത്തക്ക വിധത്തിലുള്ള ആരോഗ്യപരമായ കാര്യങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കുട്ടികളുടെ ആരോഗ്യം, അതിൽ കൗമാരപ്രായക്കാരുടെ ആരോഗ്യം, എന്താ പറയുക 59 താഴെ 30 മുകളിലുള്ള ആൾക്കാരുടെ ആരോഗ്യം, മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യം. അപ്പോൾ ഈ രീതിക്ക് ഇതിനെ വിഭജിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്ന. കുട്ടികളുടെ ജനന മരണ നിരക്കുകൾ അതിന് കൃത്യമായി സൂചകങ്ങളിൽ അതിനെ നോക്കുക, കുത്തിവെപ്പ്, ബാക്കിയുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ നോക്കുക, കുട്ടികളുടെ വെയിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അംഗനവാടി തലത്തിൽ അത് ശ്രദ്ധിക്കുക. അംഗനവാടിയിലാണ് അനുപൂരക പോഷകാഹാരം കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ അത് ഉറപ്പുവരുത്തുന്നു. അടുത്ത് നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിൻ്റെ ജനനത്തിന് വേണ്ടി കൗമാരപ്രായക്കാരിൽ ഇടകളുണ്ടാവുന്ന ഉളർച്ച മുതലായ രോഗങ്ങൾ മൊത്തവും ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അവർക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. അത് ശരിക്കും ഡാറ്റ നോക്കിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുക. പിന്നീടെന്ന് പറയുന്നത് മാസാമാസം എല്ലാ വാർഡ് തലത്തെ ക്ലിനിക്കുകൾ സംഘടിപ്പിച്ചിട്ട് 30-നും 59-നും ഇടയ്ക്കുള്ള ആൾക്കാരുടെ ജീവിതശൈലി രോഗങ്ങളും മറ്റും പരിശോധിക്കുകയും അവരെ ആഹാര രീതികളും കാര്യങ്ങളും ക്രമപ്പെടുത്തി അവരിൽ അതിൽ നിന്നുള്ള ഒരു രോഗപ്രതിരോധ സംവിധാനങ്ങൾ ചെയ്യുന്നു. കൂടാതെ മുതിർന്ന പൗരന്മാരുടെ ഓരോ 30 വീടും വെച്ചിട്ട് ഓരോ അയൽക്കൂട്ടങ്ങളുണ്ടാക്കി അവരെ വാർഡ് തല കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് തലം ആക്കിയതിന് ശേഷം അവരുടെ ഹാപ്പിനെസ് കാര്യങ്ങൾ അവർ ആക്റ്റീവായി നിൽക്കാനുള്ള സർവ്വ കാര്യങ്ങളും ചെയ്തിട്ട് മാണിക്കൽ ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ ആദ്യത്തെ വയോസൗഹൃദ ഗ്രാമപഞ്ചായത്താണ്. 2013-14 അത് ആരംഭിച്ചത്, തുടർന്ന് വരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു വ്യക്തിഗത പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഒരു 60 കഴിഞ്ഞ മുതിർന്ന ഒരു പൗരൻ ഒരു ദിവസം എണ്ണിച്ചാൽ അദ്ദേഹം ചെയ്യേണ്ട പ്രവൃത്തികൾ, ആഹാരം, മരുന്ന്, ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ രീതിക്ക് എല്ലാം ചെയ്ത് അദ്ദേഹത്തിന് ആത്മാഭിമാനത്തോടുകൂടി സമൂഹത്തിൽ ഇടപെടാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ പറയണ മൊത്തം ഘടകങ്ങളിലും ഒരു പരിധിവരെ പഞ്ചായത്തിന് സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങൾ സർക്കാർ ചെയ്യുന്നു. ബാക്കി ഇടപെടലുകൾ വീടുകളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഇടപെട്ട് പരിപൂർണമായിട്ടും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ആരോഗ്യ ഗ്രാമം, അതായത് ഒരു ഈ പറഞ്ഞ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കത്തക്ക വിധത്തിലുള്ള ഒരു ആരോഗ്യ ഗ്രാമം എന്നുള്ള നിലയ്ക്ക് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി 14-ാം പഞ്ചവത്സര പദ്ധതി തൊട്ടേ അതിൻ്റെ ആരംഭത്തോടുകൂടി അത് ലക്ഷ്യം കണ്ടു. പകർച്ചവ്യാധി തടയൽ ഇങ്ങനെയുള്ള ലക്ഷ്യം കണ്ടു. അതുകൊണ്ട് തന്നെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴിയുള്ള കാര്യങ്ങൾ ഫലവത്തായി നടക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിൽ ആദ്യമായി ഈ ജനകീയാരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത മാണിക്കൽ ഗ്രാമപഞ്ചായത്ത് പരപ്പങ്കോടാണ്. ആ സെൻറ്റർ ഇപ്പോൾ കായകൽപ്പ അവാർഡ് വാങ്ങി നമ്മുടെ FHSC മാണിക്കൽ ആർദ്ര കേരള പുരസ്കാരം ജില്ലയിൽ ഫസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളും ഇതിനോടൊപ്പം വന്നിട്ടുണ്ട്. വയോജനങ്ങളെ പരിപാടിക്ക് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കേരളത്തിൽ എണ്ണപ്പെട്ട പഞ്ചായത്തുകളൊന്ന് മാണിക്കലാണ്. സംസ്ഥാന, അതായത് വയോജന പുരസ്കാരം, സംസ്ഥാന അവാർഡും ഗ്രാമപഞ്ചായത്തിന് കിട്ടിയിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ സർ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ട് എന്തൊക്കെ പദ്ധതികളാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്? സ്ത്രീകളും കുട്ടികൾക്കുമുള്ള ഉന്നമനത്തിന് വേണ്ടി വനിതാ ശിശു വികസന വകുപ്പുമായി ഇൻ്റഗ്രേറ്റ് ചെയ്താണ് സാധാരണ അംഗനവാടികൾ വഴിയാണ് കാര്യങ്ങൾ പോകുന്നത്. കുട്ടികൾക്ക്
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുപൂരക പോഷകാഹാരവും മറ്റ് കാര്യങ്ങളും ശ്രദ്ധിക്കുന്നു. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടുന്ന ആരോഗ്യദായക പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവർക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളും മറ്റും തടയുന്നതിന് വേണ്ടി അവർക്ക് തന്നെ ബോധവൽക്കരണവും ബാക്കിയുള്ള കാര്യങ്ങളും പഞ്ചായത്ത് നിരന്തരം കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ജാഗ്രതാ സമിതി, അതിൻ്റെ പ്രസക്തി അവിടെയാണ് വരുന്നത്. ജാഗ്രതാ സമിതിയിൽ തന്നെ അവരൊക്കെ ഈ ഒരു ഡേറ്റ ഉണ്ടാക്കിയിട്ട് അവർ ക്രൈം സ്റ്റോപ്പ് എന്നുള്ള നിലയ്ക്ക് കുടുംബശ്രീയുമായി ചേർന്ന് ഇവരെ ഡേറ്റകളും മറ്റും എടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടുന്ന കൗൺസിലിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും കൊടുക്കുന്നു. അവരൊക്കെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി യോഗ, മറ്റുള്ള കാര്യങ്ങൾ, ഹൈജീനിക്കായിട്ടുള്ള മറ്റ് സംവിധാനങ്ങൾ അത് ഇഷ്യൂ ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളത്, എംകപ്പ് പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെ അവരുടെ സമഗ്രമായ ഒരു ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഹെൽത്തും വനിതാ ശിശു വികസന വകുപ്പും ഗ്രാമപഞ്ചായത്തും കൂടെ ചേർന്നിട്ട് അത് ചെയ്തു വരുന്നുണ്ട്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്ത് അവരൊക്കെ കലാകായിക പരിപാടികൾ, പിന്നെ അംഗൻവാടി ബേസിൽ പഞ്ചായത്ത് തല കലാമേളകൾ, ഒത്തുകൂടാനുള്ള അവസരങ്ങൾ, പിന്നെ അതേപോലെ തന്നെ അംഗനവാടി തലത്തിൽ ഈ നമ്മൾ ശനിയാഴ്ച ദിവസത്തോളം നടക്കാറുള്ള ക്ലിനിക്കുകളിലൊക്കെ അവരെ ഉൾപ്പെടുത്തുക. പിന്നെ എല്ലാ മാസവും വുമൺ ബിസിലേറ്ററുടെ നേതൃത്വത്തിൽ പിന്നെ ഓരോ വാർഡ് ബേസിലുള്ള കിട്ടാവുന്നുള്ള അത്രത്തോളം പിന്നെ സ്ത്രീകളെ വിളിച്ചു കൂട്ടിയിട്ട്, കുടുംബശ്രീയിൽ 40% ആൾക്കാരാണുള്ളത്, 60% സ്ത്രീകളും പുറത്താണ്. അപ്പോൾ ആയതുകൊണ്ട് ഇവരെ കൂടി വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ, പിന്നെ തൊഴിൽ ചെയ്യാതെ വീട്ടിലിരിക്കുന്ന, തൊഴിൽ നഷ്ടപ്പെട്ടു പോയവർ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതുകൊണ്ട് ഈ തൊഴിലിന് പോകണില്ല, കുട്ടിയെ നോക്കുന്നു, ഇങ്ങനെയൊക്കെ വീട്ടിലിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം എന്നുള്ള നിലയ്ക്ക് അവരെ അതിലേക്ക് കൊണ്ടുവരിക. തൊഴിൽ വീട്ടിലിരുന്ന് തൊഴിൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ, അതേപോലെ സംരംഭങ്ങളുടെ ആൾക്കാരാക്കി മാറ്റുക. അപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ അവരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒത്തിരിയേറെ പരിപാടികൾ ഗ്രാമപഞ്ചായത്തിൽ ദൈനംദിനം നടന്നു വരുന്നു. ടൂറിസം മേഖലയിൽ പഞ്ചായത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാമോ സാർ? ടൂറിസം മേഖലയിൽ ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തമ്പുരാട്ടി പാറ ഏകദേശം 700 മീറ്ററോളം തറനിരപ്പിൽ നിന്ന് വരുന്ന വലിയ പൊന്മുടി, ഏകദേശം ഒരു മിനി പൊന്മുടി എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു സ്ഥലമാണത്. അവിടെ 100 കണക്കിന് ആൾക്കാർ ദിവസം വന്നു പോകുന്നുണ്ട്. അവിടെ കുറേ ക്രമങ്ങൾ, ഭൗതിക സാഹചര്യം DTPC ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പോഴും അത് റവന്യൂ വകുപ്പിൻ്റെ കീഴിലാണ്. ഇവിടെ നിന്നുള്ള ഉയർന്ന സ്ഥലം ട്രക്കിംഗ് ടൂറിസമാണ് അവിടെ പ്രധാനമായിട്ടുള്ള. പടികളും കെട്ടുകളും കയറാനൊക്കെ പ്രയാസമാണ്. ഭയങ്കര ആകർഷണീയമായ ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഉദയവും അസ്തമയവും ഒരേപോലെ കാണാൻ പറ്റുന്ന അപൂർവ കാഴ്ചയൊക്കെ ഉള്ളതാണ്. ഇവിടെ നിന്നുമാണ് മാമൻ നദി, ഇതിൻ്റെ ഓരത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ താഴ്വരയിൽ നിന്നുമാണ് മാമൻ നദിയുടെ ഉത്ഭവം. ഈ മാമൻ നദി ഇവിടെ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ താഴെ പോയി കഴിയുമ്പോൾ ഒരു വേളാവൂരാർ, മത്തനാർ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഉത്ഭവമാണ്. അത് അങ്ങനെ ആയി ഒരു ചെറിയ നദിയായി ആറ്റങ്ങിലേക്ക് പോകുന്ന ഒരു സംഭവമുണ്ട്. അതിൻ്റെ അവസാന ഭാഗം ഒരു 15 കിലോമീറ്റർ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ അവിടെ ഒരു പാറമുകളുണ്ട്. പാറമുകളെന്ന് പറയുന്ന ഇതാണ് യൂട്യൂബിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതും ഈ പറഞ്ഞ കണക്ക് വളരെ പ്രകൃതി രമണീയമായ ഒരു കാഴ്ച ഒരുക്കുന്ന ഒരു പ്രകൃതിയാലുള്ള ഒരു ഉയർന്ന സ്ഥലമാണ്. ഈ രണ്ടിനെയും കൂടെ ബന്ധിപ്പിച്ചുകൊണ്ട് ഈ നദിയുടെ ഓരത്തുകൂടി ഇരുവശത്തും ഒരു ഹരിത ഇടനാഴി സൃഷ്ടിച്ച് ഒരു പിന്നെ ടൂറിസ്റ്റ് പ്ലേസായി മാറ്റാനാണ് പഞ്ചായത്ത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊരു ഗ്രാമീണ ഹെൽത്ത് ടൂറിസം. അപ്പോൾ ആ പദ്ധതിക്ക് പിന്നെ ഹരിത കേരള മിഷൻ്റെ പിന്നെ നേതൃത്വത്തിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ കൂടിയിട്ട് ഈ ഇൻ്റഗ്രേഷനാണ് അതിനകത്ത് ടൂറിസം എല്ലാം കൂടെ ഉൾപ്പെടെയുള്ളതാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളിന് ഈ തമ്പുരാട്ടി പാറയിൽ വന്ന് ആ പാറ കണ്ട് ഉദയവും കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഇടനാഴിയിൽ കൂടി അല്ലെങ്കിൽ ഈ വഴിയിൽ കൂടി ഇവിടെ ഒരുക്കിയിരിക്കുന്ന നടപ്പാതയിൽ കൂടി ഈ 15 കിലോമീറ്റർ കാഴ്ചകൾ കണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇരുവശത്തും ഒന്ന് തോട് പൂർണ്ണമായി അല്ലെങ്കിൽ നദി പൂർണ്ണമായി വീണ്ടെടുത്ത് മാലിന്യമുക്തമാക്കി ഇറങ്ങത്തക്ക വിധത്തിൽ ഇതിൽ ചെറു പാർക്കുകൾ, വിശ്രമ കേന്ദ്രങ്ങൾ, ഇരുവശത്തും ആകർഷണീയമായ കൃഷികൾ, അധ്വാനിക രീതിയിലുള്ള നല്ല കൃഷികൾ, നെൽകൃഷി, പിന്നെ താമര കൃഷി എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് മാണിക്കലാണ് സർക്കാർ സബ്സിഡിയോടുകൂടി ചെയ്യുന്നത്. താമര കൃഷി, മറ്റ് കാഴ്ചകൾ, ഇനിയിപ്പോൾ അടുത്ത് ചങ്ങാട കൃഷി, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ പിന്നെ സ്വാഭാവികമായ പച്ചത്തുരുത്തുകൾ, അല്ലാത്ത പച്ചത്തുരുത്തുകൾ, പിന്നെ പച്ചക്കറി തോട്ടങ്ങൾ, പിന്നെ ചെറിയ രീതിക്കുള്ള നടപ്പാത എന്ന് പറഞ്ഞാൽ വ്യായാമത്തിനുള്ള സംഗതികൾ, ഇത്തരം കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഇത് നേരെ ഈ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ പിന്നെ പാറമുകളിലെത്താൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു സംഗതിയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ വെഞ്ഞാറം, അതായത് ഈ പിന്നെ ബൈപ്പാസ് റോഡ്
അതായത് അങ്കമാലി വരുന്ന പിന്നെ പൊത്തൻകോട്ടേക്ക് പോകുന്ന, അല്ലെങ്കിൽ അതിലൂടെ വരുമ്പോൾ വേളാവരം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ വെച്ചിട്ട് ഈ നടപ്പാത അവിടെ വന്ന് ചേർന്ന സ്ഥലത്ത് അവിടെയാണ് നമ്മൾ ടേക്ക് എ ബ്രേക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. അത് PWD ഉൾപ്പെടെ അവർ ആ സ്ഥലം വിട്ട് തന്നുകൊണ്ട് അവരതിൽ സഹകരിക്കുന്നുണ്ട്, DTPC സഹകരിക്കുന്നുണ്ട്, പിന്നെ അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും തൊഴിലുറപ്പ് ഇതൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വയസ്സായ ആൾക്കാരൊക്കെ നടക്കാനും രാവിലെയും വൈകുന്നേരം വ്യായാമത്തിനുള്ള സ്ഥലങ്ങൾ ഇവിടെയാണ് തിരഞ്ഞെടുക്കുന്നത്. തിരക്കേറിയ റോഡിൽ നിന്ന് മാറിയിട്ട് അതിൻ്റെ പേര് കാവോരം വീതി എന്നുള്ള. പിന്നീട് ജൈവവൈവിധ്യ ബോർഡുമായി ചേർന്നുകൊണ്ട് ഈ ഇടവഴിയിലൊക്കെ തന്നെ നമ്മൾ ഈ ചെറു കാവുകളും പച്ചത്തുരുത്തുകളും മറ്റുള്ള സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും കാണാൻ നല്ല ഒരു രീതിക്ക് ഒരു ഹരിത ഇടനാഴി. അതാണ് ഒരു ഗ്രാമീണ ഹെൽത്ത് ടൂറിസം എന്നും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. പല സ്ഥലത്തായിട്ട് ഈ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാം ഇത് ഇൻക്ലൂഡാണ്, ഇതുമായിട്ടാണ്. ഇത് ഇനി എടുത്ത് ഓരോന്നായിട്ട് ഫിറ്റ് ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ്. അപ്പോൾ അവിടെ ഇത് നടന്നു വരികയാണ്. ഇതാണ് പരിപാടി. ഇത്രയും നേരം നമുക്കൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ച മാണിക്കൽ പഞ്ചായത്തിലെ പ്രസിഡന്റിനും പഞ്ചായത്തിനും നന്ദി പറയുന്നു. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും. തദ്ദേശകം.